പച്ച മത്തങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കഷ്ണം പച്ച മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അധികം മൂത്തിട്ടില്ലാത്ത ഒരു മത്തങ്ങ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ച മത്തങ്ങ കഷ്ണങ്ങളൊന്ന് കഴുകിയ ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചുവന്നുള്ളിയാണ്. ഒരു അര കപ്പിലധികം ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയെല്ലാം ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ചുവന്നുള്ളിക്ക് പകരം സവാള എടുക്കരുത്. സവാള എടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ കൊച്ചുള്ളി തന്നെ ചേർക്കുകയാണ് നല്ലത്. പച്ചമുളകും ഇതുപോലെ ഒന്ന് കീറിയിടാം. കറിവേപ്പിൻ്റെ ഇല കൈകൊണ്ടൊന്ന് ഞെരടിയ ശേഷം അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മത്തങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു തവി വെച്ചിട്ട് ഈ മത്തങ്ങ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. മുഴുവൻ അങ്ങോട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ചൊക്കെ ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്നാൽ മതി. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. നല്ലൊരു മണമാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടാനായിട്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ മത്തങ്ങ കറി റെഡിയായി കഴിഞ്ഞു.